ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോ ഹോണ്ടയുടെ ഗ്ലാമർ വണ്ടി ജനസർവീസായിട്ട് വർക്കിന് കയറിയതാണ്. ജനസർവീസ് അതേപോലെ തന്നെ ലേഡീസ് ഹാൻഡിൽ രണ്ട് സൈഡും ലേഡീസ് ഹാൻഡിൽ പിടിപ്പിക്കുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ല, പുറമെ സ്പെയർ പാർട്സ് കടയിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് അത് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. പിന്നെ ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് പറഞ്ഞിട്ടുണ്ട്, അത് കേബിളിൻ്റെയാണ്. കേബിളും കാർബേറ്ററിനകത്ത് വരുന്ന സ്ലൈഡറുമാണ് അതിൻ്റെ കംപ്ലയിൻറ്റ്. സ്ലൈഡർ നമുക്ക് അവൈലബിൾ അല്ല, കേബിൾ മാറ്റി നമുക്ക് തൽക്കാലത്തേക്ക് അത് ക്ലിയർ ചെയ്യാം. പിന്നെ ഫുഡ് റെസ്റ്റ് ഫ്രണ്ടിലത്തെ മാറ്റിനേഴ്സ് പറഞ്ഞിട്ടുണ്ട് 2 പിന്നെ അതേപോലെ ടാങ്ക് ബാഗ്, വാട്ടർ സർവീസ്, ഓയിൽ ചേഞ്ച് ചെക്ക് ചെയ്യുക, ഓയിലിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക, നോക്കിയിട്ട് മാറ്റാം. മെയിൻ സ്റ്റാൻഡ് കാര്യങ്ങൾ മാറ്റാം, റിയർ കൗൾഡേഴ്സ്, ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന വർക്കുകൾ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി വർക്കിന് കയറ്റിയിട്ടാണ്, വണ്ടി ഓടിച്ച് നോക്കിയിട്ട് വർക്കിന് കയറ്റിയായിരുന്നു. അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തൊഴിൽ നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. ബാക്കിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചാണ്. കമ്പനി ലൈനർ തന്നെ കിടക്കുന്നത്, നമുക്ക് കുറച്ചും കൂടി ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഹബിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തു. ഹബിനകത്ത് തേയ്മാനം ചെറുതായിട്ടുണ്ട്, പക്ഷേ കംപ്ലീറ്റ് എന്ന് പറയാവുന്ന രീതിയിലൊന്നുമില്ല. ടയറിൻ്റെ കണ്ടീഷനും മോശമായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ടയർ മാറ്റിയിടുന്ന സമയത്ത് ഈ മോഡൽ ടയർ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. നൈലോൺ ഗ്രിപ്പാണ് കുറച്ചും കൂടി ബെറ്റർ. ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ വണ്ടി സൈഡ് പാളിച്ച കാര്യങ്ങൾ കാണിക്കാൻ ഇതൊരു കാരണമാണ്, ഈ മോഡൽ ടയർ കേട്ടോ. അത് മെയിനായിട്ട് ഈ ഒരു ബ്രാൻഡാണ് മെയിനായിട്ട് പ്രശ്നം കാണിക്കുക. അത് ഉപയോഗിച്ചേക്കണതിൽ ഏകദേശം ഒരു 50% ആൾക്കാർക്കും വണ്ടി വെട്ടണതിൻ്റെ ഒരു പ്രോബ്ലംസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതിൽ മാറ്റിയിടുന്ന സമയത്ത് കട്ട കൂടുതലല്ല നമുക്ക് മെയിനായിട്ട് വേണ്ട, കംഫർട്ടാണ്. അപ്പോൾ അത് നോക്കിയിട്ട് ആ രീതിയിലുള്ള ടയർ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ചെയിനൊക്കെ ലൂസുണ്ട്, ചെയിൻ ടൈറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് അതിൻ്റെ വീലിൻ്റെ ഡാമ്പർ റബ്ബർ സെറ്റ് കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട്. ചെയിൻ ലൂസുണ്ട്, നമുക്ക് ടൈറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ്. ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്യണം. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ വണ്ടി ഒറ്റ ബോൾട്ട് നേരെ ജോൻ അഴിഞ്ഞു പോരുന്നില്ല, ഒക്കെ തുരുമ്പിട്ട് ടൈറ്റായിട്ടിരിക്കുക. അത് പ്രോപ്പറായിട്ട് സർവീസിങ് ക്ലിയർ അല്ല വണ്ടിക്ക്. അപ്പോൾ അതിനകത്ത് ഈ 2 സ്ക്രൂ മാത്രമാണ് നമുക്ക് അഴിച്ച് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയതെല്ലാം തന്നെ ഫുൾ ടൈറ്റാണ്, അഴിച്ച് കിട്ടാത്തൊരു കണ്ടീഷനാണ്. അപ്പോൾ അത് തൽക്കാലം നമ്മളത് ആ രീതി തന്നെ നിർത്താണ്. അത് നമുക്ക് അഴിക്കാൻ ശ്രമിക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ആ ബോക്സ് അടക്കം കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ആ എയർ ഫിൽറ്റർ ബോക്സും എയർ ഫിൽറ്റർ അടക്കം മാറ്റണതാണ് നല്ലത്. പിന്നീട് ഒരു അവസരത്തിൽ നമുക്കത് ഐറ്റം ബുക്ക് ചെയ്ത് വരുത്തി മാറ്റി കളയാനാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. കാരണം ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് പോലും നമുക്ക് അറിയില്ലാണ്ട് ഉള്ളിലത്തെ. കാരണം അഴിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ പൊട്ടിയേ പോരുള്ളൂ. പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എയർ വലിക്കും, സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പരമാവധി കുറച്ചുകൂടി ഉപയോഗിക്കുക. ഐറ്റം അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ബുക്ക് ചെയ്ത് എടുത്തിടാം. എന്നിട്ട് ഇടയ്ക്ക് വന്നിട്ട് ഒരു ദിവസം മാറ്റിക്കൊണ്ട് പോയാൽ മതി. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. കാരണം ഞാൻ ഓയിൽ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്, പക്ഷേ ലെവലിൽ കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ഓയിൽ മാറ്റേണ്ടതായിട്ട് അത്യാവശ്യമാണ്. നമുക്കത് കൂട്ടത്തികളെ ചെയ്ത് വിടാം. പിന്നെ അതേപോലെ വാട്ടർ സർവീസ് ചെയ്യണേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. വാഷിങ് കഴിഞ്ഞാൽ നമുക്കിത് ഈ ചേസിൻ്റെ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പാണ് കുറച്ച് ഭാഗങ്ങളിലൊക്കെ. പുറമേ നിന്ന് നമുക്ക് അത്യാവശ്യം വലിയ വൃത്തികേടില്ലാത്ത രീതിയിലൊന്ന് ടച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രസൻസ് കൂടുതൽ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ വണ്ടിയുടെ മെയിൻ സ്റ്റാൻഡ് കംപ്ലയിൻ്റ് ആയിരുന്നു. ഞാനിപ്പോൾ അത് മാറ്റി പുതിയത് സെറ്റ് ചെയ്തതിന് ശേഷമാണ് വണ്ടി വർക്കിന് കയറ്റാൻ പറ്റിയത്. അതും അതിൻ്റെ പിന്നൊന്നും കറക്റ്റായിട്ട് ഊരി പോരുന്നുണ്ടായില്ല. നമ്മൾ വെൽഡിംഗ് വർക്ക്ഷോപ്പിലൊക്കെ കൊടുത്തിട്ടാണ് അത് അഴിച്ചെടുത്ത് പുതിയത് സെറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ താമസം വന്നിട്ടുണ്ട്. വണ്ടി കയറാനായിട്ട് ഒരുപാട് ഡിലേ ആയി. അതായത് പിന്നെ അതിൻ്റെ ബാക്കിലത്തെ കൗൾ സെറ്റിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, കൗളൊക്കെ പൊട്ടിക്കിടക്കുക. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ ബാക്കിലത്തെ മൺഗാർഡിൻ്റെ ഈ സൈഡിൽ വരുന്ന ബോൾട്ട് പറഞ്ഞ് ചാടി പോയിട്ടുണ്ടായിരുന്നു. അത് ശ്രദ്ധിക്കാണ്ട് ഓടി നടന്നിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ബാക്ക് സൈഡിൽ ആ റിയർ കൗളിൻ്റെ എല്ലാ ഭാഗവും തന്നെ പൊട്ടിയിരിക്കുകയാണ്. എല്ലാം ചെമ്പൊമ്പിയൊക്കെ ഉപയോഗിച്ച് കെട്ടിയത് ഈ തുണി ഈ പ്ലാസ്റ്റിക് നൂലൊക്കെ വെച്ച് കെട്ടിയാണ് പിടിപ്പിച്ചാണ്. അപ്പോൾ ശരിക്കും ആ ഐറ്റംസ് ഈ വന്ന ഇതാണ് ബോഡി പാർട്സ് റിയർ കൗൾ വരാം. ആ സാധനം മാറ്റി വെച്ചാലാണത് ക്ലിയർ ആവുള്ളൂ. തൽക്കാലത്തേക്ക് നമ്മൾ മാക്സിമം ടൈയും ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നിർത്താം. കംപ്ലയിൻറ്റ് മാറിയൊന്നുമില്ല, സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ബാറ്ററി ഇതും ഇരിക്കുന്ന ബാറ്ററി പുതിയ ബാറ്ററി എക്സൈഡ് ബാറ്ററിയാണ്. പിന്നെ പ്ലഗിൻ്റെ കേസ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. പ്ലഗ് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി പാഡ് കുഴപ്പമൊന്നുമില്ല, പക്ഷേ മാസ്റ്റർ കിറ്റ് കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുള്ളൂ. കാരണം പോകെ ആ കംപ്ലയിൻറ്റ് വരും. ആ മാസ്റ്റർ കിറ്റ് റിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല പഴക്കത്തിൻ്റെ വെച്ച് നോക്കും കേട്ടോ. പരമാവധി ഉപയോഗിക്കുക ബ്രേക്കിൻ്റെ കേസ്. അതിനുശേഷം കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ മാസ്റ്റർ യൂണിറ്റ് എടുത്ത് കളയുക, ഇതഴിച്ച് ക്ലീൻ ചെയ്യുക. അപ്പോൾ ആ പ്രോബ്ലം സോൾവ് ആയിക്കോളും. പിന്നെ ഹോൺ കൃത്യമായിട്ട് വർക്കിംഗ് അല്ല, ട്യൂൺ ചെയ്ത് നോക്കാം. കിട്ടില്ല എന്നുണ്ടെങ്കിൽ മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ട് വരും. പിന്നെ ടാങ്ക് ബാഗൊക്കെ വെക്കണേസ് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല, പുറമേ നിന്ന് മേടിച്ച് വയ്ക്കേണ്ടി വരും. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ക്വാളിറ്റിയൊക്കെയാണ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. പിന്നെ വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് കോൺസെപ്റ്റൊക്കെ ഫുള്ള് കംപ്ലയിൻറ്റാണ്. ചെറിയൊരു കട്ടറി ചാടിയാൽ പോലും ഫ്രണ്ടിൽ നിന്നൊക്കെ നല്ല ഇളക്കം വന്നുണ്ട്. കോൺസെപ്റ്റിൻ്റെ കംപ്ലയിൻ്റാണ്. റിപ്പയർ നമുക്ക് ചെയ്ത് നോക്കാം, സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. പക്ഷേ സാധ്യത 99% കുറവാണ്, കാരണം ചെറിയൊരു ടൈറ്റ് ഉള്ളതുകൊണ്ട്. ഇനി അതല്ല, അത് അഴിച്ച് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് താമസം വന്ന വർക്കാണ്. കാരണം എന്ന് വെച്ചാൽ അതിപ്പോൾ ചിലപ്പോൾ ഇന്ന് വണ്ടി ഡെലിവറി ചെയ്യാൻ പറ്റില്ല നമുക്ക്. നാളത്തേക്ക് മതി എന്നുണ്ടെങ്കിൽ കോൺസെപ്റ്റും കൂടി നമുക്കത് അഴിച്ച് റിപ്പയർ ചെയ്ത് റെഡിയാക്കി വിടാനായിട്ട് പറ്റും.
പിന്നെ ഉള്ളത് നമുക്ക് ഈ ഫ്രണ്ടിലത്തെ ഈ മൺകാട് പൊട്ടിയിരിക്കണം. ഈ സൈഡൊക്കെ പൊട്ടിയിട്ട് ഗട്ടറിൽ ചാടുമ്പോൾ നല്ല രീതിയിൽ പിടപ്പ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഫൈബറാണ്. ഗട്ടറിലൊക്കെ ചാടുമ്പോൾ നല്ല ഷെയ്ക്ക് വന്ന ഭാഗമാണ് ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുന്നത്. ഈ ഭാഗത്ത് നോക്കിയാൽ അത് ഇവിടെ പൊട്ടൽ വന്നിട്ട് ഇങ്ങനെ വിണ്ടിരിക്കുന്നതിനുള്ളൂ. അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ. നിലവിൽ അതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ മൺകാടെ മാറ്റി പുതിയ മൺകാട് വെച്ചാലാണ് അതൊക്കെ റെഡി ആവുള്ളൂ. ഫൈബർ ആയതുകൊണ്ട് തന്നെ വെട്ടിച്ചാലും നിൽക്കില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം. അതിനകത്ത് നമ്മൾ ബോൾ റൈസർ പെടുത്തുന്നില്ല. വീഡിയോ കാണണം, കണ്ടിട്ട് നോക്കിയിട്ട് വേണം റിപ്ലൈ ഇടാനായിട്ട്. കാരണം ബോൾ റൈസർ അടക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ താമസം വരും. എമൗണ്ട് നമ്മളിപ്പോൾ തരുന്ന എസ്റ്റിമേറ്റിൻ്റെ എമൗണ്ടിൽ വ്യത്യാസമുണ്ട്, അതും വരും കേട്ടോ. കാരണം എന്താ വെച്ചാൽ കോൺസെപ്റ്റിൻ്റെ ഇത് ചെയ്യുമ്പോൾ അതിൻ്റെയും ലേബർ ചാർജ് അഡീഷണൽ വരും. അതിൽ ബാക്കിയത്തെ കുറച്ച് നമുക്ക് മെയിൻ സ്റ്റാൻഡൊക്കെ നമ്മൾ അഴിച്ച് പുറമ്പ് കൊണ്ട് അഴിച്ചാണ്. അപ്പോൾ അതിൻ്റെ എമൗണ്ട് നമുക്ക് ലെയ്ത്തി വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ കൊടുക്കണം. പിന്നെ ബാക്കിയത്തെ വാട്ടർ സർവീസിൻ്റെ കേസൊക്കെ വന്നിട്ടുണ്ട്. പെയിൻറ്റ് ടച്ചിങ്ങൊക്കെ നമുക്ക് ഈ ചേസിൻ്റെ ഇവിടെയൊക്കെ തുരുമ്പണി കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ ഓപ്പണായിട്ട് ഈ രീതിയിൽ തന്നെ കൊണ്ടുപോയിട്ടൊന്ന് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെയിൻറ്റൊക്കെ ടച്ച് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ വണ്ടി താമസം വരും. സമയം തന്നാലാണ് ഈ പറഞ്ഞ പണിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ബാക്കിയത്തെ മെയിൻ്റനൻസ് വർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇമാതിരി പണിയെന്ന് പറഞ്ഞാൽ പുറമെ അവരെയും കൂടി ആശ്രയിച്ച് ചെയ്യേണ്ട കേസാണ്. അവരുടെ ഗ്യാപ്പൊക്കെ നോക്കണം, അതിൻ്റെ അനുസരിച്ചിട്ട് അത് ക്ലിയർ ചെയ്ത് മേടിക്കണം. അതിന് ശേഷം കൊണ്ടുവന്നതിന് ശേഷം പെയിൻറ്റ് ടച്ച് ചെയ്യണം, ഉണങ്ങാനുള്ള സമയം കിട്ടണം, ബോഡി വീണ്ടും റീസെറ്റ് ചെയ്യണം. റീസെറ്റ് ചെയ്യാൻ തന്നെ വെറുതെ എടുത്ത് വെച്ചാൽ വേറെ ബാക്കിലത്തെ മൊത്തം പൊട്ടിയേക്കണതുകൊണ്ട് അത് സെറ്റ് ചെയ്യുമ്പോഴും താമസം വരും. അപ്പോൾ സമയം ഉണ്ടെങ്കിലാണ് ഈ പറഞ്ഞ പണിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്യുന്നത് നമുക്ക് ക്ലിയറായിട്ട് ചെയ്യാം, പക്ഷേ ഇത് സമയം ഉണ്ടെങ്കിലാണ് ഈ പറഞ്ഞ പോലെ ക്ലിയറായിട്ട് നമുക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു എസ്റ്റിമേറ്റ് റെഡിയാക്കാം. 100% കറക്റ്റ് ആവണമെന്നില്ല, ചെറിയ വേരിയേഷനും വരാം. കോൺസെപ്റ്റിൻ്റെ കേസ് നോക്കിയിട്ടൊന്ന് പറയാം. അതിൻ്റെ എസ്റ്റിമേറ്റ് റിപ്ലൈ ഇട്ടിട്ട് വേണമെങ്കിൽ അതിൻ്റെ അഡീഷണൽ ആയിട്ട് എസ്റ്റിമേറ്റ് പറയാം. ബാക്കിയത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റാണ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടുന്നത്. വീഡിയോ കണ്ടു കഴിയുമ്പോൾ എസ്റ്റിമേറ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം, അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. അതനുസരിച്ചിട്ട് വേണം നമുക്ക് വണ്ടിയുടെ വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. ഓക്കെ. പിന്നെ അതുകൂടാതെ നമ്മുടെ വണ്ടിയുടെ ഉണ്ടല്ലോ, ഈ ഗ്ലാമറിൻ്റെ തന്നെ നമുക്ക് അതിൻ്റെ സൈലൻസറിൻ്റെ ഇവിടെ ഭാഗത്ത് പൊട്ടലുണ്ട് കേട്ടോ. അതായത് ഇവിടെ ഉണ്ടോ, ഇവിടെ നിന്നൊക്കെ വെൽഡിങ് വിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഓടി കളിക്കുക, ഈ ഒരു അവസ്ഥയിൽ നിൽക്കണേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു എയർ ലീക്കും കാര്യങ്ങളൊക്കെ സൈലൻസറിൻ്റെ ഭാഗത്ത് കാണുന്നുണ്ട്. ഇത് 2 ലെയർ കവറിങ് വന്നെ, അതിൻ്റെ ഉള്ളിലത്തെയാണ് പൊട്ടിയേക്കണേ. അപ്പോൾ പുറമേ നോക്കുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ ഒന്നും തോന്നില്ല. അതിൻ്റെ ഉള്ളിൽ വന്ന പൈപ്പാണ് പൊട്ടിയിട്ട് ഈ ഒരു അവസ്ഥയിൽ കിടന്ന് ഇളകിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ കൊണ്ടുപോയിട്ട് കറക്റ്റായിട്ട് ഇത് വെച്ചിട്ട് ഇതുമ്പോൾ കൂട്ടി വെൽഡ് ചെയ്ത് പിടിപ്പിക്കാം. ഗ്യാസ് വെൽഡിംഗ് ആണ് ചെയ്യേണ്ടത്. അത് അവരുടെ ഗ്യാപ്പ് പോലെയൊക്കെ ചെയ്തു തരുള്ളൂ, നമ്മൾ തിരക്ക് പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവരുടെ ഗ്യാപ്പ് പോലെ നോക്കിയിട്ട് പാച്ച് വർക്കിനിടയിൽ കയറ്റിയിട്ടാണ് ചെയ്തു തരുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടിയും കൂട്ടത്തിൽ നമ്മൾ ചെയ്ത് കയറുന്നുണ്ട്. അപ്പോൾ അതടക്കമുള്ള എസ്റ്റിമേറ്റാണ് നമ്മൾ ഇടണം കേട്ടോ.